86 സങ്കീർത്തനം അതിന്റെ 11 വാക്യം. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഇന്നില്ലാത്ത ഒന്നാണ് ഏകാഗ്രത. ഇത് വലിയൊരു അപകടകരമായ കാര്യമാണ്. ഹല്ലേലൂയ. എന്താണ് ഏകാഗ്രത? പ്രൈസ് ദി ലോർഡ്. എന്താണ് ഏകാഗ്രത? പ്രൈസ് ദി ലോർഡ്. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. ഒന്നല്ല, രണ്ടല്ല, ഒരുപാട് കാര്യങ്ങളെ ചൊല്ലി വിചാരപ്പെടുന്നു. അതിനെയാണ് ഏകാഗ്രതയില്ലായ്മ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മറിയയ്ക്ക് യേശു കർത്താവ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. കാരണം ഒരു വീട്ടിൽ 2 വ്യക്തിത്വങ്ങൾ, 2 സ്വഭാവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 3 പേരുണ്ട്. എന്നാൽ ഈ 2 പേരുടെ കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശുവിനെ ബഥാനിയയിലെ മറിയയുടെയും ഭവനത്തിൽ യേശു വന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ വീട്ടിൽ ആ സഹോദരിമാർ യേശുവിനെ സ്നേഹത്തോടെയാണ് ക്ഷണിച്ചത്. യേശു ആ ഭവനത്തിൽ ചെല്ലുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു കഥയാണ്. അതായത് യേശു എന്ന നമ്മൾ ആരാധിക്കുന്ന, ലോകം ആരാധിക്കുന്ന ഈ വലിയ ദൈവം ഒരു വീട്ടിൽ ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നായിരുന്നെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മുടെ വീട്ടിൽ യേശു വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയൊരു കാര്യമല്ലേ? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കാലത്ത് യേശു അക്ഷരികമായിട്ട് യേശു ആ വീട്ടിൽ ചെല്ലുകയാണ്, അല്ലെങ്കിൽ യേശുവിനെ ആ വീട്ടിൽ ക്ഷണിക്കുകയാണ്. പക്ഷെ അതൊരു പ്രശ്നമായി മാറി. അതൊരു പ്രശ്നമായിട്ട് മാറി. അപ്പൊ യേശു വീട്ടിൽ വന്നാൽ അത് പ്രശ്നമായി മാറുമോ? യേശു വീട്ടിൽ വന്നാൽ അതൊരു സമാധാനക്കേടായി മാറുമോ? യേശു ഒരു വീട്ടിൽ വന്നാൽ, എടാ ഇത് നല്ല കാര്യമായി. യേശു എല്ലായിടത്തും സമാധാനമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. യേശു ചെല്ലുന്ന വീട് അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ആ വീട്ടിൽ ചേട്ടത്തി അനിയത്തിയും തമ്മിൽ വഴക്കായി. ഹല്ലേലൂയ. പ്രൈസ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി, ചിന്തിച്ച് നോക്കിയേ. പുറത്തുള്ള ആളുകൾ ഒരു പക്ഷെങ്കിൽ അതിനെ എന്ത് പറയും? ഓ, സമാധാനത്തോടെ പോയ ഒരു വീടാണ്. അങ്ങേരെ വീട്ടിൽ കയറിയപ്പോൾ മുതൽ അവിടെ പ്രശ്നമായി അല്ലേ? ആ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ഉപദേശി ആ വീട്ടിൽ കയറിയപ്പോൾ മുതൽ പ്രശ്നമായി. ചേട്ടത്തി അനിയത്തിയും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. പക്ഷെങ്കിൽ ആ ഉപദേശി അവിടെ ചെന്നപ്പോൾ അവിടെ പ്രശ്നമായി എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചുറ്റുപാടുള്ളവർ പറഞ്ഞു കാണും, ചിന്തിച്ച് കാണും. ഇന്നും അങ്ങനെയാണല്ലോ. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ യേശു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, യേശു ഒരു സഭയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? യേശു പ്രശ്നക്കാരനാണോ? യേശു പ്രശ്നമുണ്ടാക്കാനാണോ അവിടെ ചെന്നത്? ഹല്ലേലൂയ. യേശു എന്നും സമാധാനം നൽകുന്നവൻ തന്നെയാണ്. പക്ഷെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നവർ, യേശുവിനെ ക്ഷണിക്കുന്നവർ, യേശുവിനെ വിളിക്കുന്നവർ, അവരുടെ മനോഭാവങ്ങൾക്കാണ് മാറ്റം വരേണ്ടത്. അല്ലാതെ യേശുവല്ല പ്രശ്നക്കാരൻ. ഈ മനുഷ്യന്റെ മനോഭാവങ്ങളാണ് സമാധാനം നഷ്ടപ്പെടാൻ കാരണം. നമ്മുടെയൊക്കെ മനോഭാവമാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ആണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അനാവശ്യമായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. യേശു പറഞ്ഞിട്ടാണോ മാർത്ത ഇതെല്ലാം കിടന്നുണ്ടാക്കിയത്? യേശു പറഞ്ഞോ, എടാ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുവാൻ കഴിയുന്നവൻ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വിശക്കുന്ന ഒട്ടിയ വയറോടെ വന്നവർക്ക് കനലിൽ മേച്ചുട്ട ആടയും അതേ മീൻ വറുത്തതും നൽകിയവനായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ പേരിൽ
നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും കിടന്ന് അലയുവാൻ, ഇത്രയും കിടന്ന് കഷ്ടപ്പെടുവാൻ? എന്നിട്ട് ആരും എന്നെ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് പുലമ്പുന്ന, പരിഭവപ്പെടുന്ന മാർത്തയുടെ ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത് യേശുവല്ല. ഹല്ലേലൂയ. കഷ്ടപ്പെടാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ നോക്കാതെ, ചുറ്റുപാടുള്ളവരെ നോക്കാതെ, സഹോദരിയെ നോക്കാതെ യേശുവിന് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയുന്നെങ്കിൽ അവസാന നിമിഷം വരെ പിറുപിറുപ്പുകൾ കൂടാതെ, ആര് നിന്നെ സഹായിച്ചില്ലെങ്കിലും, ആര് നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, അവസാനം വരെ ഒരേ മനോഭാവത്തോടെ നിൽക്കുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു വിജയം കാണാൻ കഴിഞ്ഞേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എത്ര യേശുവിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാലും സമാധാനം നിങ്ങൾ കളയരുത്. ഹല്ലേലൂയ. എത്ര നിങ്ങൾ അലഞ്ഞാലും കുഴഞ്ഞാലും അത് യേശുവിന് വേണ്ടിയാണെങ്കിൽ സന്തോഷത്തോടെ സഹിക്കുക. പ്രൈസ് ദി ലോർഡ്. മാർത്തയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടു. എല്ലാം യേശുവിന് വേണ്ടി അവൾ ഒരുക്കി തയ്യാറാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ പ്രൈസ് ഗോഡ്, ഒരു ചെറിയ പ്രശ്നം അവളെ അലട്ടി. അത് മറ്റൊന്നുമല്ല, സ്വന്തം സഹോദരിയെ നോക്കിയപ്പോൾ അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്നു. അതിൻ്റെ പേരാണ്, ആ സോക്കേടിൻ്റെ പേരെന്താണെന്നറിയാമോ? ആ സോക്കേടിൻ്റെ പേരെന്താണെന്നറിയാമോ? ആ സംഭവം കയറിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. അതോടെ നമ്മുടെ സമാധാനം തീരും. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, എടാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവളെ യേശുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചോട്ട്, എനിക്കോ പറ്റുന്നില്ല, അവള് പഠിച്ചോട്ട്, സാരമില്ലടി, നീ പഠിച്ചോ, ഞാൻ എത്ര വേണേലും കഷ്ടപ്പെടാം, നീ പഠിക്കുക, ഞാൻ യേശുവിനെ ശുശ്രൂഷിക്കാം. ചിലർക്ക് പഠിക്കാനാണ് കൃപ കൊടുത്തിരിക്കുന്നത്, ചിലർക്ക് ശുശ്രൂഷിക്കാനാണ് കൃപ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഗിൽഗാൽ ആശ്വാസഭവൻ 25 വർഷം പിന്നിടുകയാണ്. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവേ, സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കേണ്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു, ശുശ്രൂഷയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങും പോകാൻ പറ്റുന്നില്ല, ഒരു മീറ്റിങ്ങിന് പോലും പോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയി. ഈ 4 ചുവരിൻ്റെ അകത്ത്, ഈ മതിലിൻ്റെ അകത്ത്, ഈ ഗേറ്റിൻ്റെ അകത്ത്, സ്തോത്രം, ഞാൻ പെട്ടുപോയി. ഹല്ലേലൂയ. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ശുശ്രൂഷയുമില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഞാൻ തളർന്നിരുന്നെങ്കിൽ എൻ്റെ ശുശ്രൂഷയും തീർന്നേനെ, ഗിൽഗാലും തീർന്നേനെ, എൻ്റെ മനോഭാവം ചീത്തയായി പോകുമായിരുന്നു. ദൈവം അതിനിടയാക്കിയില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പാസ്റ്റർ, ഞാൻ ഒരിക്കല് ഹല്ലേലൂയ സഭായോഗം ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ സഭക്കാരെനിക്ക് സെൻഡ് ഓഫ് തരത്തില്ല, എന്നെ വിടത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ നടുവിൽ കാണുകയില്ല. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അടുത്ത ആഴ്ച മുതൽ ഞാൻ കാണുകയില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ ചുമതലപ്പെടുത്തിയിട്ട് ഞാൻ പിറ്റേ ആഴ്ച മുതൽ സഭാ ശുശ്രൂഷ 2002 പൂർണ്ണമായി വിട്ട് ഈ എളിയവരോടൊപ്പം എൻ്റെ ജീവിതം മാറ്റിവെക്കുവാനിടയായി. എന്നാൽ പിറ്റേ സഭായോഗം തട്ടക്കാട് സഭയിൽ നടക്കുമ്പോൾ 10 മണിയായപ്പോൾ അന്ന് ജോലിക്കാരില്ല, ശുശ്രൂഷ ചെയ്യാൻ ആളുകളില്ല, നേഴ്സുമാരില്ല, കെയർ ഗിവേഴ്സ് ഇല്ല, ആഹാരം ഉണ്ടാക്കാൻ ആളില്ല, ഓഫീസിൽ ആളില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അന്ന് 1-2 സഹോദരന്മാരുണ്ട്, അവരെ കുളിപ്പിക്കുന്നത് ഞാനാണ്. അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോഴില്ല. ആ ഒരു സഹോദരൻ്റെ തലയിൽ 3 കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. കാരണം ആ തലയ്ക്കകത്ത് 6 ഹോളുണ്ട്. ആ 6 ഹോളിൽ നിന്നും പഴുപ്പിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഓരോ കെട്ടുകൾ അഴിക്കുമ്പോഴും ആ തുണിയെല്ലാം അടിയിലോട്ട് ചെല്ലുമ്പോൾ നനഞ്ഞ് പഴുപ്പ് കൊണ്ട് നനഞ്ഞ ദുർഗന്ധമാണ്. ആ തുണികളെല്ലാം അഴിച്ചതിന് ശേഷം ആ തലയോട്ടിയിലെ 6 ഹോളിൻ്റെ അകത്തൂടെ വെള്ളമൊഴിച്ച് ആ വെള്ളമെല്ലാം ഒപ്പിക്കളഞ്ഞ് ബീറ്റാഡിൻ പുരട്ടി അത് ക്ലീൻ ചെയ്യണമായിരുന്നു. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ പഴുപ്പും
ചോരയൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണ് അദ്ദേഹം ഒരു ചെയറിലിരിക്കുകയാണ്. അദ്ദേഹത്തെ ആ ചെയറിൽ പിന്നെ കുളിപ്പിക്കണം. കുളിപ്പിച്ച് വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ പുതിയ തുണി, ഉണങ്ങിയ തുണി കൊണ്ട് തലയൊക്കെ കെട്ടിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് അദ്ദേഹത്തെ കട്ടിലെ കൊണ്ട് ഇരുത്തിയിട്ട് ആ പഴുപ്പ് നിറഞ്ഞ തുണികളും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും എല്ലാം എടുത്ത്, അത് കഴുകാൻ ആളില്ല, ഞാൻ തന്നെ കഴുകണം. അന്ന് ഞാൻ അത് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം ഉൾപ്പെടെ ആ പഴുപ്പ് നിറഞ്ഞ ആ തല കെട്ടിവെച്ചിരിക്കുന്ന ആ ടവലുകളെല്ലാം കഴുകുമ്പോൾ അറിയാതൊരു മനസ്സിൽ കഴിഞ്ഞ ആഴ്ചയിൽ സഭായോഗത്തിൽ വേദിയിൽ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് ഈ മനുഷ്യന്റെ വസ്ത്രങ്ങൾ കഴുകുകയാണ്. എൻ്റെ ദൈവമേ, ഇതാണോ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെന്ന് ഒരു നിമിഷം കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. വേദിയിൽ നിന്ന് ദൈവവചനം പറയേണ്ടിയ, കർത്താവിനെ ആരാധിക്കുന്ന ആരാധന ലീഡ് ചെയ്യേണ്ട ഞാൻ ഇന്ന് ഒരു തുണിയലക്കുകാരനായി ഈ മനുഷ്യന്റെ ഇത്രയും പഴുപ്പും ദുർഗന്ധവും നിറഞ്ഞ തുണി, ഉടുതുണിക്ക് മറുതുണി ഇല്ലെന്ന് വേണം പറയാൻ, ഇത് കഴുകി ഉണങ്ങിയിട്ട് വേണം നാളെ വീണ്ടും ഇടാനായിട്ട്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കഴുകാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴുകി അതിൻ്റെ നന്നായിട്ട് സോപ്പ്, ആദ്യം ലോഷൻ ഒഴിച്ച് കഴുകും, ഡെറ്റോൾ ഒഴിച്ച് കഴുകും, അത് കഴിഞ്ഞ് സോപ്പിട്ട് കഴുകും, നന്നായിട്ട് കഴുകി അതിലെ ചെളിയെല്ലാം മാറ്റിയതിന് ശേഷം അത് ഉണങ്ങാൻ വിരിച്ചിടും. അത് ഉച്ച കഴിഞ്ഞ് മടക്കി പിറ്റേ ദിവസത്തേക്ക് ആ കട്ടിലെ കൊണ്ട് വെക്കണം. എങ്കിൽ മാത്രമേ പിറ്റേ ദിവസം കുളിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഉണങ്ങിയ തുണി കാണുകയുള്ളൂ. പ്രൈസ് ഗോഡ്. അന്ന് ഒരു പക്ഷെങ്കിൽ എനിക്ക് പിന്നോട്ട് പോകാമായിരുന്നു. ഇതിലും നല്ലത് സഭയുടെ ശുശ്രൂഷ തന്നെയാണ്. ഇതിലും നല്ലത് പ്രസംഗിക്കുന്നത് തന്നെയാണ്. ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. ഇതുപോലുള്ള തുണിയൊന്നും കഴുകി എനിക്ക് പരിചയമില്ല. എൻ്റെ ഡ്രസ്സ് കഴുകി തരുന്നത് എൻ്റെ ഭാര്യയാണ്. അവളെ കൊണ്ട് ഇതുകൂടെ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, ഈ ശുശ്രൂഷയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു ശുശ്രൂഷയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി എൻ്റെ സമർപ്പണത്തെ ഒന്നുകൂടെ പരിശോധിച്ചു. അതേ കർത്താവേ, ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആരുമില്ല, ഈ മുറിവുകൾ കെട്ടുവാൻ ആരുമില്ല, ഈ പഴുപ്പ് നിറഞ്ഞ വസ്ത്രങ്ങൾ കഴുകുവാൻ ആരുമില്ല. ഞാൻ ചെയ്തു കൊള്ളാം കർത്താവേ. ഇതുപോലെയുള്ള നൂറുകണക്കിന് ആളുകളെ നീ എൻ്റെ കൈകളിൽ തന്നാൽ ഞാനത് സന്തോഷത്തോടെ ചെയ്തു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാനിത് എന്തിനാണ് പറഞ്ഞത് ചോദിച്ചാൽ, പെറുപെറുപ്പുകൾ കൂടാതെ മാർത്തയെ പോലെ കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെട്ടതിന് ശേഷം പരിഭവങ്ങളും പരാതികളുമായി യേശുവിന്റെ അടുക്കൽ വരുന്നതിനേക്കാളും നല്ലത് അത് ചെയ്യാതിരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, കാലങ്ങൾ പിന്നിട്ടു, വർഷങ്ങൾ പിന്നിട്ടു, ഇത്രത്തോളം ദൈവം ഈ ഭവനത്തെ വളർത്തി. നൂറുകണക്കിന് ആളുകൾക്ക് ഹല്ലേലൂയ ഈ ഭവനം ആശ്വാസമായി. അതിനുശേഷമാണ് പ്രിയ കൊച്ചുമോനും ഒക്കെ കടന്നു വന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് ബദ്ധപ്പാടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ വരും. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെയ്യണമെങ്കിൽ ആരെയും നോക്കാതെ, പരിസരം നോക്കാതെ, ആര് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ ഏതും സന്തോഷത്തോടെ ചെയ്യുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ശുശ്രൂഷ പൂർത്തിയാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, അല്പമേ വേണ്ടൂ, ഒന്ന് മതി. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്. മാർത്തയുടെ പരിഭവം കേട്ടിട്ട് മറിയെ വഴക്ക് പറയുകയല്ല യേശു ചെയ്തത്, മറിച്ച് യേശുവിന് വേണ്ടിയത് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നവർ ശുശ്രൂഷ ചെയ്യുക, വചനം പഠിക്കുവാൻ കഴിയുന്നവർ വചനം പഠിക്കുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവപ്പെടാൻ പാടില്ല. നിന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ മറിയെ മറ്റൊരു ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നത്. കഷ്ടപ്പെടുന്നതിന് നടുവിൽ പലതിനെ ചൊല്ലുമ്പോൾ
നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും. എത്ര കഷ്ടപ്പാടിലും ഒറ്റ ലക്ഷ്യം. നീ മറിയെ നോക്കരുത്, സമൂഹത്തെ നോക്കരുത്, കൂട്ടുകാരെ നോക്കരുത്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അവരങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന പോലെ ജീവിക്കുന്നു, അവർ നല്ല സുഖത്തിൽ ജീവിക്കുന്നു, അവർ സമ്പന്നതയിൽ ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിലോ ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. യേശുവിനെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ച് ഓരോ ദൈവമക്കളും ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക: യേശുവിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. വചനം പഠിക്കുകയാണെങ്കിലും ശുശ്രൂഷ ചെയ്യുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി ചില കഷ്ടപ്പാടുകൾ നിനക്ക് ചെയ്യേണ്ടി വന്നാലും യേശുവിന് വേണ്ടിയായതിനാൽ പരിഭവങ്ങൾ കൂടാതെ സന്തോഷത്തോടെ അത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഏകാഗ്രത നഷ്ടപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലതിനെ ചൊല്ലി വിലപിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകരുത്. ഏകാഗ്രതയുള്ള ഹൃദയം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ പലപ്പോഴും ഏകാഗ്രത നഷ്ടപ്പെട്ടവരായി നാം തീരുന്നു. അങ്ങനെ വരാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും.